കർത്താവിന്റെ നാമത്തിന് സ്തുതി. ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും. ദയവായി ഷെയർ, സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ബൈബിൾ വാക്യങ്ങൾ: ശമൂവേൽ ഒന്നാം പുസ്തകം 29 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 1 ശമൂവേൽ 29 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ ഫെലിസ്ത്യർ തങ്ങളുടെ സേനകളെയെല്ലാം അഫേക്കിൽ ഒന്നിച്ചുകൂട്ടി ഇസ്രയേല്യരും ഇസ്രയേലിലുള്ള ഉറവിനരികെ പാളയമിറങ്ങി. അപ്പോൾ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ 100 1000 കടന്നു. എന്നാൽ ദാവീദും അവന്റെ ആളുകളും പിൻപടയിൽ ആഖീശിനോട് കൂടെ കടന്നു. ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ഈ എബ്രായർ എന്തിന് എന്ന് ചോദിച്ചപ്പോൾ ആഖീശ് ഫെലിസ്ത്യ പ്രഭുക്കന്മാരോട്, ഇവൻ ഇസ്രയേൽ രാജാവായ ശൌലിന്റെ ഭൃത്യനായിരുന്ന ദാവീദല്ലയോ? ഇത്ര നാളായി, ഇത്ര സംവത്സരമായി അവൻ എന്നോടുകൂടെ പാർക്കുന്നു. അവൻ എന്നെ ആശ്രയിച്ചതു മുതൽ ഇന്നുവരെ ഞാൻ അവനിൽ ഒരു കുറ്റവും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ അവനോട് കോപിച്ചു, നീ അവന് കൽപ്പിച്ചു കൊടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊള്ളുവാൻ അവനെ മടക്കി അയക്ക. അവൻ നമ്മോടുകൂടെ യുദ്ധത്തിന് പോരരുത്. യുദ്ധത്തിൽ അവൻ നമുക്ക് ദ്രോഹിയായി തീർന്നേക്കാം. ഈ ആളുകളുടെ തലകളെക്കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാകുന്നു അവൻ തന്റെ യജമാനനെ പ്രസാദിപ്പിക്കുന്നത്? ശൌൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്ന് ചൊല്ലി അവർ നൃത്തത്തിൽ ഗാനപ്രതിഗാനം പാടിയ ദാവീദ് ഇവനല്ലയോ എന്ന് ഫെലിസ്ത്യ പ്രഭുക്കന്മാർ അവനോട് പറഞ്ഞു. എന്നാറെ ആഖീശ് ദാവീദിനെ വിളിച്ചു അവനോട്, യഹോവയാണ നീ പരമാർത്ഥിയും പാളയത്തിൽ എന്നോടുകൂടെയുള്ള നിന്റെ ഗമനാഗമനങ്ങൾ എനിക്ക് ബോധിച്ചതുമാകുന്നു. നീ എന്റെ അടുക്കൽ വന്ന നാൾ മുതൽ ഇന്നുവരെയും ഞാൻ നിന്നിൽ ഒരു ദോഷവും കണ്ടിട്ടില്ല. എന്നാൽ പ്രഭുക്കന്മാർക്ക് നിന്നെ ഇഷ്ടമല്ല. ആകയാൽ നീ ചെയ്യുന്നത് ഫെലിസ്ത്യ പ്രഭുക്കന്മാർക്ക് അനിഷ്ടമായി തോന്നാതിരിക്കേണ്ടതിന് സമാധാനത്തോടെ മടങ്ങിപ്പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. ദാവീദ് ആഖീശിനോട്, എന്നാൽ ഞാൻ എന്തു ചെയ്തു? എന്റെ യജമാനനായ രാജാവിന്റെ ശത്രുക്കളുടെ നേരെ ഞാൻ ചെന്ന് പൊരുതുകൂടാതെ വണ്ണം നിന്നോടുകൂടെ ഇരുന്ന നാൾ മുതൽ ഇന്നുവരെ നീ അടിയനിൽ എന്തു കണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. ആഖീശ് ദാവീദിനോട്, എനിക്കറിയാം, എനിക്ക് നിന്നെ ഒരു ദൈവദൂതനെ പോലെ ബോധിച്ചിരിക്കുന്നു. എന്നാൽ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ അവൻ ഞങ്ങളോട് യുദ്ധത്തിന് പോരരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിന്നോടുകൂടെ വന്നിരിക്കുന്ന നിന്റെ യജമാനന്റെ ഭൃത്യന്മാരുമായി നന്നാ രാവിലെ എഴുന്നേറ്റുകൊള്ളുക. അധികാലത്ത് എഴുന്നേറ്റ് വെളിച്ചമായ ഉടനെ പൊയ്ക്കൊള്ളുവീൻ എന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ ദാവീദും അവന്റെ ആളുകളും ഫെലിസ്ത്യ ദേശത്തേക്ക് മടങ്ങിപ്പോകുവാൻ രാവിലെ എഴുന്നേറ്റു. ഫെലിസ്ത്യരോ ഇസ്രയേലിലേക്ക് പോയി. ശമൂവേൽ ഒന്നാം പുസ്തകം 30 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 1 ശമൂവേൽ 30 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ദാവീദും അവന്റെ ആളുകളും 3 ദിവസം സിക്ലാഗിലെത്തിയപ്പോൾ അമാലേക്യർ തെക്കേ ദേശവും സിക്ലാഗും ആക്രമിച്ചു സിക്ലാഗിനെ ജയിച്ചു അതിനെ തീവെച്ച് ചുട്ടുകളഞ്ഞിരുന്നു. അവിടെയുള്ള വലിയവരും ചെറിയവരുമായ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ വഴിക്ക് പോയതല്ലാതെ ആരെയും കൊന്നില്ല. ദാവീദും അവന്റെ ആളുകളും പട്ടണത്തിലേക്ക് വന്നപ്പോൾ അത് തീവെച്ച് ചുട്ടിരിക്കുന്നതും ഭാര്യമാരെയും പുത്രീപുത്രന്മാരെയും അടിമകളായി കൊണ്ടുപോയിരിക്കുന്നതും കണ്ടു. അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. ഇസ്രയേൽക്കാരത്തി അഹീനോവം, കർമ്മേൽക്കാരൻ നാബാലിന്റെ ഭാര്യയായിരുന്ന അബീഗയിൽ എന്നീ ദാവീദിന്റെ 2 ഭാര്യമാരെയും അവർ പിടിച്ചുകൊണ്ടുപോയിരുന്നു. ദാവീദ് വലിയ കഷ്ടത്തിലായി ജനത്തിൽ ഓരോരുത്തന്റെ ഹൃദയം താന്താന്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ദാവീദ് അഹിമേലെക്കിന്റെ മകനായ അബ്യാഥാർ പുരോഹിതനോട്, ഏഫോദ് ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അബ്യാഥാർ ഏഫോദ് ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്നാൽ ദാവീദ് യഹോവയോട്, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ, അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു. പിന്തുടരുക, നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും, സകലവും വീണ്ടുകൊള്ളും എന്ന് അരുളപ്പാടുണ്ടായി. അങ്ങനെ ദാവീദും കൂടെയുള്ള 600 പേരും പുറപ്പെട്ടു ബെസോർ തോട്ടിങ്കൽ എത്തി. ശേഷമുള്ളവർ അവിടെ താമസിച്ചു. ബെസോർ തോട് കടപ്പാൻ കഴിയാതെ വണ്ണം ക്ഷീണിച്ചിട്ട് 200 പേർ പുറകിൽ താമസിച്ചതുകൊണ്ട് ദാവീദും 400 പേരും പിന്തുടർന്നു ചെന്നു. അവർ വയലിൽ വെച്ച് ഒരു മിസ്രയീമിനെ കണ്ടു ദാവീദിന്റെ അടുക്കൽ കൊണ്ടുചെന്നു. അവന് അപ്പം കൊടുത്തു, അവൻ തിന്നു. അവന് കുടിപ്പാൻ വെള്ളവും കൊടുത്തു. അവർ അവന് ഒരു കഷ്ണം അത്തിയടയും 2 ഉണക്ക മുന്തിരിക്കുലയും കൊടുത്തു. അത് തിന്നപ്പോൾ അവന് ഉയിർ വീണു. 3 രാവും 3 പകലും അവൻ
ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു. ദാവീദ് അവനോട്, നീ ആരുടെ ആൾ, എവിടുത്തുകാരെന്ന് ചോദിച്ചതിനു അവൻ, ഞാൻ ഒരു മിസ്രൈമ്യ ബാല്യക്കാരൻ, ഒരു അമാലേക്കിന്റെ ഭൃത്യൻ. 3 ദിവസം മുമ്പേ എനിക്ക് ദീനം പിടിച്ചതുകൊണ്ട് എന്റെ യജമാനൻ എന്നെ ഉപേക്ഷിച്ചു കളഞ്ഞു. ഞങ്ങൾ ക്രേത്യരുടെ തെക്കേ നാടും യഹൂദ്യദേശവും കാലേബിന്റെ തെക്കേ ദിക്കും ആക്രമിച്ചു. സിക്ലാഗ് ഞങ്ങൾ തീവെച്ച് ചുട്ടുകളഞ്ഞു. ദാവീദ് അവനോട്, ആ പരീക്ഷയുടെ അടുക്കലേക്ക് നീ വഴി കാണിച്ചു തരുമോ എന്ന് ചോദിച്ചതിനു അവൻ, നീ എന്നെ കൊല്ലുകയോ എന്റെ യജമാന്റെ കയ്യിൽ ഏൽപ്പിക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവനാമത്തിൽ എന്നോട് സത്യം ചെയ്താൽ ആ പരീക്ഷയുടെ അടുക്കലേക്ക് വഴി കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ അവനെ കൂട്ടിക്കൊണ്ടു ചെന്നപ്പോൾ അവർ ഭൂതലത്തിലെങ്ങും പരന്നു തിന്നുകയും കുടിക്കുകയും ഫെലിസ്ത്യദേശത്തുനിന്നും യഹൂദാദേശത്തുനിന്നും അപഹരിച്ചു കൊണ്ടുവന്ന വലിയ കൊള്ള നിമിത്തം ഉത്സവം ഘോഷിക്കുകയും ചെയ്യുന്നത് കണ്ടു. ദാവീദ് അവരെ സന്ധ്യ മുതൽ പിറ്റേന്നാൾ വൈകുന്നേരം വരെ സംഹരിച്ചു. ഒട്ടകപ്പുറത്ത് കയറി ഓടിച്ചുപോയ 400 ബാല്യക്കാർ അല്ലാതെ അവരിൽ ഒരുത്തനും ഒഴിഞ്ഞുപോയില്ല. അമാലേക്കർ അപഹരിച്ചു കൊണ്ടുപോയിരുന്നതൊക്കെയും ദാവീദ് വീണ്ടുകൊണ്ടു തന്റെ 2 ഭാര്യമാരെയും ദാവീദ് ഉദ്ധരിച്ചു. അവർ അപഹരിച്ചു കൊണ്ടുപോയത് ചെറുതോ വലുതോ, പുത്രന്മാരോ പുത്രിമാരോ കൊള്ളയോ യാതൊന്നും കിട്ടാതിരുന്നില്ല. ദാവീദ് എല്ലാം മടക്കിക്കൊണ്ടുപോന്നു. ദാവീദ് ആടുമാടുകളെയൊക്കെയും പിടിച്ചു. അവയെ അവർ തങ്ങളുടെ നാൽക്കാലികൾക്ക് മുമ്പായി തെളിച്ചു നടത്തിക്കൊണ്ട്, ഇത് ദാവീദിന്റെ കൊള്ള എന്ന് പറഞ്ഞു. ദാവീദിനോടുകൂടെ പോകുവാൻ കഴിയാതവണ്ണം ക്ഷീണിച്ചിട്ട് ബെസോർ തോട്ടിങ്കൽ താമസിപ്പിച്ചിരുന്ന 200 പേരുടെ അടുക്കൽ ദാവീദ് എത്തിയപ്പോൾ അവർ ദാവീദിനെയും കൂടെയുള്ള ജനത്തെയും എതിരേറ്റ് ചെന്നു. ദാവീദ് ജനത്തിന്റെ സമീപത്ത് വന്നു അവരോട് കുശലം ചോദിച്ചു. എന്നാൽ ദാവീദിനോടുകൂടെ പോയിരുന്നവരിൽ ദുഷ്ടരും നീചരുമായ ഏവരും, ഇവർ നമ്മോടുകൂടെ പോരാഞ്ഞതിനാൽ നാം വിടുവിച്ചു കൊണ്ടുവന്ന കൊള്ളയിൽ ഓരോരുത്തന്റെ ഭാര്യയെയും മക്കളെയും ഒഴികെ അവർക്കൊന്നും കൊടുക്കരുത്, അവരെ അവർ കൂട്ടിക്കൊണ്ടു പോയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ്, എന്റെ സഹോദരന്മാരെ, നമ്മെ രക്ഷിക്കുകയും നമ്മുടെ നേരെ വന്നിരുന്ന പരീക്ഷയെ നമ്മുടെ കൈയിൽ ഏൽപ്പിക്കുകയും ചെയ്ത യഹോവ നമുക്ക് തന്നിട്ടുള്ളതിനെക്കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. ഈ കാര്യത്തിൽ നിങ്ങളുടെ വാക്ക് ആർ സമ്മതിക്കും? യുദ്ധത്തിന് പോകുന്നവന്റെ ഓഹരിയും സാമാനങ്ങൾക്കരികെ താമസിക്കുന്നവന്റെ ഓഹരിയും ഒരുപോലെയായിരിക്കണം. അവർ സമാംശമായി ഭാഗിച്ചെടുക്കണം എന്ന് പറഞ്ഞു. അന്നു മുതൽ കാര്യം അങ്ങനെ തന്നെ നടപ്പായി. അവനത് ഇസ്രയേലിനു ഇന്നുവരെയുള്ള ചട്ടവും നിയമവും ആക്കി. ദാവീദ് സിക്ലാഗിൽ വന്ന ശേഷം യഹൂദാ മൂപ്പന്മാരായ തന്റെ സ്നേഹിതന്മാർക്ക് കൊള്ളയിൽ ഒരംശം കൊടുത്തയച്ചു. ഇതാ യഹോവയുടെ ശത്രുക്കളെ കൊള്ളയിട്ടതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സമ്മാനമെന്ന് പറഞ്ഞു. ബേഥേലിൽ ഉള്ളവർക്കും തെക്കെ രാമോത്തിലുള്ളവർക്കും യെഥീരിൽ ഉള്ളവർക്കും ആരോവേരിൽ ഉള്ളവർക്കും സീഫ്മോത്തിലുള്ളവർക്കും എസ്തമോവിയിലുള്ളവർക്കും രാഖാലിലുള്ളവർക്കും എരേമ്യരുടെ പട്ടണങ്ങളിലുള്ളവർക്കും കേന്യരുടെ പട്ടണങ്ങളിലുള്ളവർക്കും ഹെർമോയിലുള്ളവർക്കും കോർ ആശാനിൽ ഉള്ളവർക്കും അഥാക്കിലുള്ളവർക്കും ഹെബ്രോനിലുള്ളവർക്കും ദാവീദും അവന്റെ ആളുകളും സഞ്ചരിച്ചു വന്ന സകല സ്ഥലങ്ങളിലേക്കും കൊടുത്തയച്ചു. ശമൂവേൽ 1 പുസ്തകം 31 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 1 ശമൂവേൽ 31 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ ഫെലിസ്ത്യർ ഇസ്രയേലിനോട് യുദ്ധം ചെയ്തു. ഇസ്രയേലിയർ ഫെലിസ്ത്യരുടെ മുമ്പിൽ നിന്ന് ഓടി ഗിൽബോവ പർവ്വതത്തിൽ നിഹതന്മാരായി വീണു. ഫെലിസ്ത്യർ ശൌലിനെയും അവന്റെ പുത്രന്മാരെയും പിന്തുടർന്നു ചെന്നു. ഫെലിസ്ത്യർ ശൌലിന്റെ പുത്രന്മാരായ യോനാഥാൻ, അബീനാദാബ്, മെൽക്കശൂവ എന്നിവരെ കൊന്നു. എന്നാൽ പട ശൌലിന്റെ നേരെ ഏറ്റവും മുറുകി. വില്ലാളികൾ അവന് ദൃഷ്ടിവെച്ചു. വില്ലാളികളിൽ അവൻ ഏറ്റവും വിഷമത്തിലായി. ശൌൽ തന്റെ ആയുധവാഹകനോട്, ഈ അഗ്രചർമ്മികൾ വന്നു എന്നെ കുത്തിക്കളയുകയും അപമാനിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് നീ എന്റെ വാൾ ഊരി എന്നെ കുത്തുക എന്ന് പറഞ്ഞു. ആയുധവാഹകൻ ഏറ്റവും ഭയപ്പെട്ടതുകൊണ്ട് അവന് മനസ്സ് വന്നില്ല. അതുകൊണ്ട് ശൌൽ ഒരു വാൾ പിടിച്ചു അതിന്മേൽ വീണു. ശൌൽ മരിച്ചുവെന്നു അവന്റെ ആയുധവാഹകൻ കണ്ടപ്പോൾ താനും അങ്ങനെ തന്നെ തന്റെ വാളിന്മേൽ വീണു അവനോടുകൂടെ മരിച്ചു. ഇങ്ങനെ ശൌലും അവന്റെ 3 പുത്രന്മാരും അവന്റെ ആയുധവാഹകനും അവന്റെ ആളുകളൊക്കെയും അന്ന് ഒന്നിച്ചു മരിച്ചു. ഇസ്രയേല്യർ ഓടിപ്പോയി. ശൌലും പുത്രന്മാരും മരിച്ചു എന്ന് താഴ്വരയുടെ അപ്പുറത്തും യോർദാനക്കരെയുമുള്ള ഇസ്രയേല്യർ കണ്ടപ്പോൾ അവർ പട്ടണങ്ങളെ വെടിഞ്ഞു ഓടിപ്പോകുകയും ഫെലിസ്ത്യർ വന്നു അവിടെ പാർക്കുകയും ചെയ്തു. പിറ്റേന്നാൾ ഫെലിസ്ത്യർ നിഹതന്മാരുടെ വസ്ത്രം ഉരുവാൻ വന്നപ്പോൾ ശൌലും പുത്രന്മാരും
ഗിൽബോവ പർവ്വതത്തിൽ വീണുകിടക്കുന്നത് കണ്ടു. അവർ അവന്റെ തല വെട്ടി അവന്റെ ആയുധവർഗവും അഴിച്ചെടുത്തു. തങ്ങളുടെ വിഗ്രഹക്ഷേത്രങ്ങളിലും ജനത്തിന്റെ ഇടയിലും വർത്തമാനം അറിയിക്കേണ്ടതിന് ഫെലിസ്ത്യദേശത്തെല്ലായിടവും ആളയച്ചു. അവന്റെ ആയുധവർഗം അവർ അസ്തോരേത്തിന്റെ ക്ഷേത്രത്തിൽ വെച്ചു. അവന്റെ ഉടൽ അവർ ബേത്ത്ശാന്റെ ചുവരിന്മേൽ തൂക്കി. എന്നാൽ ഫെലിസ്ത്യർ ശൌലിനോട് ചെയ്തത് ഗിലെയാദിലെ യാബേശ് നിവാസികൾ കേട്ടപ്പോൾ ശൂരന്മാരായ എല്ലാവരും പുറപ്പെട്ടു. രാത്രി മുഴുവനും നടന്നു ചെന്നു ബേത്ത്ശാന്റെ ചുവരിൽ നിന്ന് ശൌലിന്റെ ശവവും അവന്റെ പുത്രന്മാരുടെ ശവങ്ങളും എടുത്തു യാബേശിൽ കൊണ്ടുവന്നു അവിടെ വെച്ച് ദഹിപ്പിച്ചു. അവരുടെ അസ്ഥികളെ അവർ എടുത്ത് യാബേശിലെ പിചുല വൃക്ഷത്തിന്റെ ചുവട്ടിൽ കുഴിച്ചിട്ടു 7 ദിവസം ഉപവസിച്ചു. വെളിപ്പാട് 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. വെളിപ്പാട് 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ എന്നു അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗ്ഗത്തിലും ഭൂമിയിലും ഭൂമിക്കു കീഴിലും ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായികൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കൈയിൽ നിന്ന് പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയും എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിനു അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കിവെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയൊരു പാട്ടു അവർ പാടുന്നു. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 10,000-ഉം 1,000 ആയിരുന്നു. അവർ അത്യുച്ചത്തിൽ അർക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞു. സ്വർഗ്ഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികളും ആമേനെന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. 133-ാം സങ്കീർത്തനം. 133-ാം സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങൾ. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അത് വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി. അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞുപോലെയുമാകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതവുമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. ആശ്രയിപ്പാൻ മേല ലോകത്തിലൊന്നുമില്ല. എന്റെ യേശുവേ നീയല്ലാതെ ആശ്രയിപ്പാൻ മേല ലോകത്തിലൊന്നുമില്ല. എന്റെ രക്ഷകനെ നിന്നെ ഭക്തിയോടെന്നും ഞാൻ വിഘ്നം കൂടാതെ വാഴ്ത്തും. എന്റെ രക്ഷകനെ നിന്നെ ഭക്തിയോടെന്നും ഞാൻ വിഘ്നം കൂടാതെ വാഴ്ത്തും. എന്റെ യേശുവേ നീയല്ലാതെ ആശ്രയിപ്പാൻ
ലോകത്തിലൊന്നുമില്ല. എന്റെ യേശുവേ നീയല്ലാതെ ആശ്രയിപ്പാൻ മേല ലോകത്തിലൊന്നുമില്ല. പാപഭാരത്തിൽ കിടന്നതാമെന്നെ നീ മോക്ഷത്തിൽ ചേർത്തിടുവാൻ. പാപഭാരത്തിൽ കിടന്നതാമെന്നെ നീ മോക്ഷത്തിൽ ചേർത്തിടുവാൻ. എന്റെ പാപഭാരങ്ങളെ ക്രൂശിച്ചു വന്നവർ യേശുവേ വാഴ്ത്തിടുന്നേ. എന്റെ പാപഭാരങ്ങളെ ക്രൂശിച്ചു വന്നവർ യേശുവേ വാഴ്ത്തിടുന്നേ. എന്റെ യേശുവേ നീയല്ലാതെ ആശ്രയിപ്പാൻ മേല ലോകത്തിലൊന്നുമില്ല. എന്റെ യേശുവേ നീയല്ലാതെ ആശ്രയിപ്പാൻ മേല ലോകത്തിലൊന്നുമില്ല. യേശുവേ നിൻ സ്നേഹമോർത്തു ഞാൻ വെടിഞ്ഞിടുവേ. എൻ പ്രിയ യേശുവേ നിൻ സ്നേഹമോർത്തു ഞാൻ എല്ലാം വെടിഞ്ഞിടുവേ. എന്റെ ചങ്കു പോലും എന്റെ തമ്പുരാനെ പ്രതി സന്തോഷാർപ്പിച്ചോ. എന്റെ ചങ്കു പോലും എന്റെ തമ്പുരാനെ പ്രതി സന്തോഷാർപ്പിച്ചോ. എന്റെ യേശുവേ നീയല്ലാതെ ആശ്രയിപ്പാൻ മേല ലോകത്തിലൊന്നുമില്ല. എന്റെ യേശുവേ നീയല്ലാതെ ആശ്രയിപ്പാൻ മേല ലോകത്തിലൊന്നുമില്ല. സ്വന്തം സോദര ബന്ധുക്കൾ ഒക്കെ വെടിഞ്ഞിടേന. അപ്പനമ്മ സ്വന്തം സോദര ബന്ധുക്കൾ ഒക്കെ വെടിഞ്ഞിടേന. എന്റെ അപ്പനോടൊപ്പമായി പാടിയെന്നും മറ്റാരെയും കാണുന്നില്ലേ. എന്റെ അപ്പനോടൊപ്പമായി പാടിയെന്നും മറ്റാരെയും കാണുന്നില്ലേ. എന്റെ യേശുവേ നീയല്ലാതെ ആശ്രയിപ്പാൻ മേല ലോകത്തിലൊന്നുമില്ല. എന്റെ യേശുവേ നീയല്ലാതെ ആശ്രയിപ്പാൻ മേല ലോകത്തിലൊന്നുമില്ല. ശത്രുക്കൾ വധിച്ചു കൃത്യക്കുന്നേനാകാം ഭക്തരെ കിഴമത്താൻ. ശത്രുക്കൾ വധിച്ചു കൃത്യക്കുന്നേനാകാം ഭക്തിഴമത്താൻ. പൊന്നുകരം നീട്ടി നീ താങ്ങിടണേ ഭക്തരെ ചേർക്കുവോളം. പൊന്നുകരം നീട്ടി നീ താങ്ങിടണേ വേദം
ആശ്രയിക്കാൻ മേല ലോകത്തിലൊന്നുമില്ല. എന്റെ യേശുവേ നീയല്ലാതെ ആശ്രയിക്കാൻ മേല ലോകത്തിലൊന്നുമില്ല.